വടക്കാഞ്ചേരിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് കുതിരക്കച്ചവടമാണ് ഈ വാർത്താപ്പകലിലെ പ്രധാന വാർത്ത. തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ കുതിരക്കച്ചവടമെന്ന കോൺഗ്രസ് ആരോപണത്തിന് മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDFന് ആരെയും ചാക്കിട്ട് പിടിക്കേണ്ട ആവശ്യമില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ വടക്കാഞ്ചേരിയിലേത് കുതിരക്കച്ചവടമെന്ന് ആവർത്തിക്കുകയാണ് കോൺഗ്രസ്. ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലോ ആരെയെങ്കിലും ചാക്കിട്ട് പിടിച്ച് പ്രസിഡൻ്റാക്കി ആ ഭരണ സംവിധാനത്തെ കൈക്കലാക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ത്വരയും CPIM-നില്ല. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ഞങ്ങൾക്ക് ഈ 50 ലക്ഷം കൊടുത്തിട്ട് ആളെ പിടിക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന് എല്ലാവരും പറയുന്നു. നിങ്ങൾ പലരും എടുക്കുന്ന നിലപാടല്ലല്ലോ ഞങ്ങൾ എടുക്കുന്ന നിലപാട്. ഞങ്ങൾ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടല്ലേ നിലപാട് സ്വീകരിക്കുക. കുതിര കച്ചവടം ഇല്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പത്രസമ്മേളനം നടത്തി പരസ്യം പറഞ്ഞാണ്. ജയിച്ചു വന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവരെല്ലാം BJP ചേർന്ന് BJPയുടെ ഭാഗമായിട്ട് അവിടെ ഭരണം പിടിച്ച് ഞങ്ങൾക്ക് 8 സീറ്റുണ്ട്. ആ 8 സീറ്റ് മറികടക്കാൻ വേണ്ടി നടത്തിയ പണിയായത്. അങ്ങനെയുള്ള നിലപാട് ഞങ്ങളില്ല. അതാണ് ഈ കാര്യം. വോട്ട് ചെയ്തിരുന്നെങ്കിൽ സമനിലയാവുകയും 7-7 എന്നുള്ള കണക്കെത്തുകയും നറുക്കിലേക്ക് കടക്കുകയും ചെയ്യേണ്ട ഒരു ജനാധിപത്യ മര്യാദയെ, ജനാധിപത്യ സംവിധാനത്തെ വലിയ തുക ഉപയോഗിച്ചുകൊണ്ട് കോഴ കൊടുത്തുകൊണ്ട് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ചെറിയ കണ്ണികളൊന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ അതിശക്തമായിട്ട് CPM-ന്റെ 3 MLA-മാരും ഒരു MP അടക്കമുള്ള വലിയ ഒരു സംഘം ഇതിന് സൂപ്പർവിഷൻ നടത്തിയിട്ടാണ് KB നഫീസ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വളരെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്തുവാൻ വേണ്ടി നടത്തിയ ഉത്തരേന്ത്യൻ മോഡലിലുള്ള 50 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആ സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത്. വോട്ടുകോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയതിന് പിന്നാലെ കൂറുമാറിയ ലീഗ് സ്വതന്ത്രൻ ജാഫർ ഒളിവിൽ പോയിരിക്കുന്നു. ജാഫർ എവിടെയാണെന്ന് അറിയില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. കൂറുമാറാൻ CPM 50 ലക്ഷം കോഴ വാഗ്ദാനം ചെയ്തെന്ന ജാഫറിന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നത്. എന്നാൽ പണം വാങ്ങിയിട്ടില്ലെന്നായിരുന്നു കൂറുമാറ്റത്തിന് തൊട്ടു പിന്നാലെ ജാഫറിന്റെ പ്രതികരണം. 50 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ തെരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആവാം. അപ്പൊ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ട്. പൈസ ഇട്ട് പിന്നെ നമ്മള് സേഫ് ആയല്ലോ, ലൈഫ് സെറ്റിൽ ആയില്ലോ. പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിന് ഇറങ്ങേണ്ട ആവശ്യം വരെ. അതുകൊണ്ടാ പറയുന്നത് ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. ആദ്യം തന്നെ ഞാൻ നമ്മുടെ UDF-ന്റെ പ്രവർത്തകരെയും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. എന്റെ ഒരു ബൈ മിസ്റ്റേക്കിലൂടെയാണ് UDF-ന് അത് ഉണ്ടായ സാഹചര്യം. ഒരിക്കലും ഞാൻ CPM-ന് വേണ്ടിയിട്ടോ ഇപ്പോഴത്തെ ബ്ലോക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട KB നഫീസക്ക് വേണ്ടിയിട്ടോ ഞാൻ മനഃപൂർവ്വം ഒരു പ്രലോഭനങ്ങൾക്കും വേണ്ടിയും അല്ല ഞാൻ ഈ വോട്ട് രേഖപ്പെടുത്തിയത്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയപ്പെടുന്നുണ്ട് എനിക്ക് 25 ലക്ഷം തന്നു, 30 ലക്ഷം തന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു കാര്യം പറയാം, ആരെങ്കിലും ഒരാൾ ജാഫർ ഏതെങ്കിലും ഒരു രീതിയിൽ 1 രൂപ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ജോലി ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് എൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ട് എന്നെ LDF-ന്റെ ഭാഗത്ത് എനിക്ക് നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ അവരുടെ അടുത്ത് കൊടുത്ത മറുപടി ഞാനൊരു പാർട്ടിക്കാരനാണ്, ഒരു തരത്തിലും ഞാൻ നിങ്ങൾക്ക് വിധേയപ്പെടില്ല എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഒരാളുടെ പൈസയുടെ മുകളിലോ എന്റെ അഭിമാനം വിറ്റിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഇതാണ് ജാഫർ ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ നടത്തിയ പ്രതികരണം. ജാഫർ ഇപ്പോഴും ഒളിവിലാണ്. നമ്മൾ വിളിച്ചിട്ടും ജാഫറിനെ കിട്ടുന്നില്ല. ജാഫർ പറയുന്നത് 1 രൂപയെങ്കിലും താൻ കൈക്കൂലി വാങ്ങി, കോഴ വാങ്ങി എന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണിയെടുക്കാം എന്നാണ് ജാഫർ പറയുന്നത്. പക്ഷേ ജാഫറിന് സംരക്ഷണം ഒരുക്കുമെന്ന് CPM വള്ളത്തോൾ ഏരിയ കമ്മിറ്റി അംഗം KK ബാബു പറയുന്നതായിട്ടുള്ള ശബ്ദ സന്ദേശവും ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ശബ്ദ സന്ദേശം കൂടി ഒന്ന് കേൾക്കാം. എന്താ പറയുക, നീ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കണത്. അവരെന്തൊരു പ്രതിഷേധം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടു. വേറെ ഒന്നും കേട്ടില്ല. പിന്നെ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമുക്കറിയില്ല. അപ്പൊ ഒന്ന് വിളിച്ച് വിവരം തരാം കേട്ടോ. ഇത് KK ബാബുവിന്റെ ശബ്ദ സന്ദേശം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതാണ് കോൺഗ്രസ് നേതൃത്വം. ജെയ്സൺ ചാമവളപ്പിലും സിനോജ് തോമസും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഞാൻ ജെയ്സൺ ചാമവളപ്പിലേക്ക്. ജെയ്സൺ, ഇപ്പോൾ CPM-ന്റെ പ്രതികരണം വന്നിരിക്കുന്നു. ഇതിനിടയിൽ ജാഫർ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തതിന് പിന്നാലെ ഒരു പ്രതിരോധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ 50 ലക്ഷം രൂപയിൽ 1 രൂപയെങ്കിലും താൻ വാങ്ങി എന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന പണി എടുക്കാമെന്നാണ് ജാഫർ പറയുന്നത്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഈ കോഴ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണോ ജെയ്സൺ?
അരുൺകുമാർ, ജാഫർ ഇപ്പോൾ പ്രതികരിച്ച ശബ്ദ സംഭാഷണമല്ലാതെ ജാഫർ രാജിവെച്ചതിന് ശേഷം നടത്തിയ പ്രതികരണമാണ്. ഇപ്പോൾ ജാഫറിനെ ആർക്കും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ജാഫർ മാറി നിൽക്കുകയാണ്. കോൺഗ്രസ് ആരോപിക്കുന്നത് ജാഫർ CPM-ന്റെ സംരക്ഷണയിൽ ഒളിവിൽ കഴിയുന്നു എന്നതാണ്. പ്രധാനമായും ഈ വിഷയത്തിൽ കോൺഗ്രസ് അതിശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരികയുന്നു. 7-7 എന്ന നിലയിലായിരുന്നു വടക്കാഞ്ചേരിയിലെ ബ്ലോക്കിലെ സ്ഥിതി. അതിൽ സ്വാഭാവികമായും നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ CPM-മായി ജാഫർ ധാരണയിലെത്തിയിരുന്നു എന്നതിന്റെ സൂചനകൾ ജാഫറിന്റെ വാക്കുകളിൽ തന്നെ പുറത്തു വന്നിരുന്നു. ജാഫർ രാജിവെച്ചതിന് ശേഷം നടത്തിയ പ്രതികരണത്തിൽ ഒരു കാര്യത്തിന് മാത്രം ജാഫർ മറുപടി പറയുന്നില്ല. എന്തടിസ്ഥാനത്തിലാണ് UDF സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ജാഫർ എന്തുകൊണ്ട് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണവും ജാഫർ നടത്തില്ല. ജാഫർ പറയുന്നത് താൻ ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല, തന്നെ അങ്ങനെ പണം വാങ്ങി എന്തെങ്കിലും തെളിയിച്ചാൽ താൻ അവർക്ക് വേണ്ടി പണിയെടുക്കാമെന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയമായി തന്നെ അത് നിലനിൽക്കാത്ത ഒരു വാദമായി വരും. കാരണം എന്തടിസ്ഥാനത്തിലാണ് ഇയാൾ LDF-ന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് LDF-ന്റെ സ്ഥാനാർത്ഥി വിജയിപ്പിച്ചെന്നതിന് ഉത്തരം പറയുന്നില്ല. അത് തന്നെയാണ് ഇതിനകത്ത് മറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഗുരുതരമായ ആരോപണങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു. 3 MLA-മാർക്കാണ് ഇതിൽ പങ്ക്. വലിയ തോതിലുള്ള ഗൂഢാലോചന നടത്തി ലക്ഷങ്ങൾ മറിച്ചാണ് ഇത്തരത്തിലുള്ള അട്ടിമറി നടത്തിയിരിക്കുന്നത്. കരുവന്നൂർ കേസുമായി ബന്ധം ഇതിനുണ്ട് എന്നുകൂടി ആരോപിക്കും. കരുവന്നൂർ കേസിൽ അന്വേഷണം നേരിടുന്ന വ്യക്തികളാണ് ഈ അട്ടിമറിക്ക് പുറകിൽ എന്നുകൂടി പറയുമ്പോൾ അതിന് വലിയ മാനം വരുന്നു. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണം ദുർബലമായ പ്രതികരണം എന്ന് പറയേണ്ടി വരും. നമുക്കറിയാം, തൃശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പെട്ടി വിവാദം വന്നപ്പോൾ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു കോൺഗ്രസ്. പക്ഷേ ആ പരാതിയോ പ്രതികരണമോ അതിന് ആയുസ് അധികാലം ഉണ്ടായിരുന്നില്ല. അത് അവിടെ തന്നെ അവസാനിക്കുകയായിരുന്നു. പക്ഷേ ഇത് സ്വാഭാവികമായും പണം തനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് ഒരു അംഗം തന്നെ പറയുകയും ആ അംഗം CPM-ന് വോട്ട് ചെയ്യുകയും അതിനുശേഷം ആ അംഗം രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തതാണ് ഇപ്പോൾ CPM-നെയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. പക്ഷേ വിജിലൻസ് അന്വേഷണം പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിജിലൻസിനെ സംബന്ധിച്ച് ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ്. തിരഞ്ഞെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട കേസായാണ് ഇത് വരിക. അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഏതായാലും നാളെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിയമയുദ്ധം തുടരുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. അരുൺകുമാർ.